ചൂടുണ്ടേ. ഓ അമ്മ എന്തേടി? അമ്മ എഴുന്നേറ്റ്, പക്ഷെ ഭയങ്കര ക്ഷീണമെന്ന്. അടുക്കളയിലൊക്കെ കറങ്ങി കറങ്ങി നിൽക്കുക. വൈകി പിന്നെ അമ്മ എന്തിനാ അടുക്കളയിൽ നിനക്ക് ജോലി ചെയ്തോ? അവിടുത്തെ ജോലിയൊക്കെ ഞാൻ ചെയ്ത്. ഇത്ര വയ്യാതിരിക്കണം അമ്മേനെ കൊണ്ട് ഞാൻ ചെയ്യിക്കുവോ? ഭയങ്കര ക്ഷീണമെന്ന്. എന്തുപറ്റി? 2 ദിവസമായി തുടങ്ങിയിട്ട്. എന്നിട്ട് പറഞ്ഞില്ലല്ലോ? ഞാനോർത്ത് ഇനിയിപ്പോ എഴുന്നേറ്റ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച്. എന്നിട്ട് അമ്മ കിടക്കാണ്? ഇല്ല, എഴുന്നേറ്റ്. അമ്മോ എന്തുപറ്റി അമ്മ? ഇല്ല, ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു വല്ലാത്ത ക്ഷീണം. തല ഇറക്കോ? ഇങ്ങനെ തല ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു എന്താണെന്ന് പറയാൻ പറ്റുന്നതൊരു നാക്കൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു. ഒരു എന്തോ ഒന്നും ചായ കുടിക്കാൻ പോലും വയറ് ഓർക്കാനും പോലെ തോന്നിച്ചത്. അല്ല, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തുടങ്ങി നാക്കിനൊരു മരവ്. പിന്നെ ഈ കാലിനൊക്കെ ഭാരം കൂടുന്നത് എടുത്ത് വയ്ക്കാൻ പറഞ്ഞൂടെ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടതിനും വെച്ചതിനും ഒക്കെ ആശുപത്രി പോകണം തുടങ്ങിയാൽ അതിനേ കാലമുള്ളൂ. വയസ്സായി വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ മക്കളെ. ഇനി അല്ല, എന്നാലും നമുക്ക് അവിടെ പോയെന്നോ എല്ലാവർക്കും നോക്കാമല്ലോ. കാരണം ഈ പറഞ്ഞ കണക്ക് നമുക്ക് എന്തിൻ്റെങ്കിലും ലക്ഷണമൊക്കെ ആയിരിക്കും ഇത്. ഇപ്പൊ 5-6 മാസമായില്ലേ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട്. ഷുഗറും പ്രഷറൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. കണ്ണിനെന്തോ ഒരു വല്ലാത്ത ഒരു അമ്മ, അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ആശുപത്രി പോവാം. ആശുപത്രി പോയി കഴിയുമ്പോൾ അവരവിടെ നോക്കാം. നമുക്ക് ഇവിടെ ഇരുന്ന് ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നൊക്കെ നല്ലതല്ലേ? അവർ ടെസ്റ്റ് ചെയ്തിട്ട് ഓരോന്ന് ഈ വർഷം നമ്മളെല്ലാം ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തണമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇതൊക്കെ ഓരോന്നിന്റെ ലക്ഷണങ്ങളായിരിക്കും അല്ലേ? അപ്പൊ അത് നമ്മൾ നോക്കാം. നമുക്ക് എന്താ അമ്മ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. അത് കഴിഞ്ഞ് കൊണ്ടുവന്നാക്കിട്ട് ഞാൻ പോവാം. ഞാനും കൂടെ വരാം. നീ വരണ്ട, നീയും കൂടെ വന്നാൽ ഒക്കത്തില്ല. നീ ഇവിടെ നില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ടേ? ചെറുക്കനെ ഒന്ന് വിളിക്കണം. എന്തിന്? അല്ല, അവനും കൂടെ വരട്ടെ. അല്ലെങ്കിൽ പിന്നെ അവൻ അത് മതി പരാതിക്ക്. അതല്ല, അവനെ വിളിച്ചില്ലെന്നുള്ള പരാതിയാ അവന്. എന്നെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് പറയും. പിന്നെ ചെക്കപ്പിന് വേണോ? എന്നാലും അവൻ കൂടെ വരട്ടെ. എനിക്ക് ഞാൻ അവിടെ എടുത്തു വെച്ചിരുന്ന ചായ കുടിച്ചാ? പഞ്ചാര ഇട്ടാ അതില്? വേണ്ടേ പഞ്ചാര? പഞ്ചസാര വേണ്ട, എനിക്ക് തൊട്ടപ്പോ ഇനി പഞ്ചസാര. ചായ എടുത്തിട്ട് വരാം. അല്ല, ഇനിയിപ്പോ ചായ എടുക്കണ്ട. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറണ്ടേ? മതിയാ? നടക്കാൻ പറ്റുമോ? അങ്ങോട്ട് നടക്കണം. ജമന്തിയേ, അമ്മ എന്തേടി? അമ്മ അവിടെ കണ്ടില്ലല്ലോ. അമ്മേനെയും കൊണ്ട് ഏട്ടൻ ഹോസ്പിറ്റലിൽ പോയി. അമ്മയ്ക്ക് എന്താ വെച്ചാൽ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണം. അതാണ്, നമുക്ക് 2 ദിവസമായിട്ട് ക്ഷീണം ഉണ്ടല്ലോ. ഇനി ഇപ്പൊ കൊണ്ടുപോയി ആശുപത്രിയിൽ. ആ ക്ഷീണം എന്താണെന്ന് അറിയണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോണ്ടേ? വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുമല്ല, ഷുഗറും പ്രഷറൊക്കെ നോക്കിയിട്ട് എത്ര കാലമായി? 5-6 മാസത്തിന് മുമ്പ് ടെസ്റ്റ് ചെയ്തതാ. ഷുഗർ ഉണ്ടാവും, കൂടിയിട്ടുണ്ടാവും അല്ലേ? നല്ല കൂടിയിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഒരു ശ്രദ്ധയില്ല നാത്തൂനെ. ഉച്ചയ്ക്കും ചോറ്, രാത്രിയും ചോറ്, രാവിലെയും കൂടെ കൊടുത്താൽ അമ്മ ഹാപ്പിയാവും. നിനക്ക് പറയാൻ പാടില്ല ഇങ്ങനെ ചോറുണ്ടല്ലേ അമ്മേന്ന്. നാത്തൂന് ഇതുവരെ അമ്മയുടെ സ്വഭാവം മനസ്സിലായില്ലേ? ഉച്ചക്കേ മീൻ വറുത്തത് 2 കൊടുത്തിട്ട് പിന്നെയും ചോദിക്കും. കൊടുത്തില്ലെങ്കിൽ എനിക്കാ കുറ്റം. ദൈവമേ, എന്തെങ്കിലും ഷുഗർ ഉണ്ടെന്ന് തോന്നണല്ലേ? മുഖമൊക്കെ ഭയങ്കരമായിട്ട് വീങ്ങിയിരിപ്പുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോഴേ ദേ ഇവിടെയൊക്കെ ഇങ്ങനെ തടിച്ചിരിക്കണം. ഷുഗർ കൂടിയവർക്കാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്ര ക്ഷീണം. എന്ത് ചെയ്യുന്നു പറ, കുഞ്ഞു പിള്ളേരെ പോലെ അമ്മ. ഭഗവാനെ ഒന്നും വരാതിരുന്നാ മതിയായിരുന്നു. പിന്നെ ഷുഗർ വന്നിട്ട് എന്ത് വരാൻ? ഞങ്ങളുടെ അമ്മയ്ക്ക് അങ്ങനെയൊന്നും വരുമൊന്നുമില്ല മോളെ. ഷുഗർ എന്ന് പറഞ്ഞാലേ അസുഖങ്ങളുടെ രാജാവാ. രാജാവല്ലേ? രാജാവായിട്ട് കുഴപ്പമില്ല. നാത്തൂന് കളിയാ. കളിയൊന്നും അല്ല, അതെ വേറെ രക്തമാ. അതിനൊന്നും വരൂല. പട്ടാളം. അതിന് അച്ഛനല്ലേ പട്ടാളം, അമ്മയല്ലല്ലോ. ഓക്കെ. ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ വേറെ കുറെ അസുഖങ്ങൾ ഇങ്ങനെ വാലെ വന്നോളും. ഞാനൊന്നും പറയണില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കും. നീ എവിടുന്ന് ഡോക്ടറേറ്റ് പഠിച്ചത്? ഇതൊക്കെ പറയണെങ്കിലേ ഡോക്ടറേറ്റിന്റെ ആവശ്യമൊന്നുമില്ല. പറ, എപ്പോഴാ പോയവര്? കൊറേ നേരം ആയിപ്പോട്ടു. വരാറായി വന്നിട്ട്? അറിയത്തില്ല. വിളിച്ചു നോക്കായിരുന്നല്ലേ? വേണ്ട, വരട്ടെ. തട്ടി മുറിയണ്ട. തട്ടി മുറിയാന്നല്ലോ. മുറിഞ്ഞാൽ പാടാണ്, ഉണങ്ങൂല. എന്തായി കണ്ട? ടെസ്റ്റ് ചെയ്താ?
നന്നായിട്ടുണ്ട്. വാ സൂക്ഷിച്ച് വാ. എന്താ പറഞ്ഞേ? ഇരിക്കണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പോയാൽ എന്ത് ഇത്ര ക്ഷീണം? ഡോക്ടറെ കണ്ടു, നല്ല കൂടുതലാ എന്ത്? ഷുഗർ. ഏ? ആ സമയാസമയത്ത് ആഹാരം കഴിക്കാത്തതിന്റെ കുഴപ്പം, ആഹാരത്തിൽ നിയന്ത്രണമില്ലാത്തതിന്റെ കുഴപ്പം, നല്ല കൂടുതലുണ്ട്. ഇരിക്കുന്നുണ്ടല്ലേ? വെറുതെ അല്ല, ക്ഷീണമല്ലേ? രാവിലെ പോവാന്ന് പറഞ്ഞ പുറകെ വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അറിയാ ഇപ്പൊ ഷുഗർ ഇല്ലാത്ത ആരാണുള്ളത്? ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട അമ്മ. ആ കാര്യമായിട്ട് എടുക്കണ്ട. 5-6 മാസത്തിന് മുമ്പാ ടെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് വേണ്ട, പിടിച്ചതിനേക്കാളും വലുതാണ് മാണത്തിൽ. അമ്മയുടെ ഇരട്ടി ഷുഗർ. അമ്മ വരാ ചീരത്തോട്ടത്തിൽ കിട്ടുന്ന ചുമ്മാ കിട്ടുന്ന ചീനി ഉണ്ടല്ലോ, മറ്റേ കിഴങ്ങും എല്ലാം അപിച്ച് കഴിക്കും. കള്ളുവടി നല്ല കൂടി അങ്ങ് പോയി. ബീഫൊക്കെ കണ്ടാ വിടുവോ? ആ ഒന്നും വിടില്ല. ഇതിലാണ് എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ് അമ്മയെ ചെക്ക്, അമ്മയ്ക്ക് വേണമല്ലോ കൂടപ്പുറപ്പ് വേണമെന്ന് പറഞ്ഞു, കൂടെ വന്ന് നന്നായി. ഇല്ലിപ്പോ അറിയൂത് കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്റെ അനുവാദമല്ല വീട്ടിൽ നിന്ന് വെളിയിറങ്ങും. അല്ല എനിക്ക് ചീരത്തോട്ടത്ത് പോണം. ഓ വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. സാധാരണ ഒരു മാസത്തേക്ക് നമുക്ക് 2 കിലോ പഞ്ചസാര മതി. അമ്മാവും വരുന്ന മാസമൊക്കെ 5 കിലോ പഞ്ചസാര ഇവിടെ വേണം. പാനി പോലെയാടാ. ചായക്ക് മധുരം ഇട്ട് കുടിച്ചാൽ ഇനി ഇട്ടതാന്ന് പറയും. പായസത്തിന് ഇച്ചിരി മധുരം. പായസത്തിൽ ആരെങ്കിലും പഞ്ചസാര ഇട്ട് കുടിക്കുവോ? അതിനകത്ത് ഇടും. അതെ, ഒരു കാര്യം ചെയ്, 2 ആളുടെ ഷുഗർ ഞാൻ പുഷ്പം പോലെ മാറ്റിത്തരാം 1 മാസം കൊണ്ട്. 2 ആളും കൂടെ എൻ്റെ പാർട്ടിയിലോട്ട് വാ. നമുക്ക് ചെറിയ പ്രവർത്തനമൊക്കെ ആയിട്ട് കയറി ഇറങ്ങി ആൾക്കാരെ കണ്ടുവരുമ്പോൾ ഷുഗറൊക്കെ പമ്പാണ്. ഇപ്പൊ ഷുഗറേ ഉള്ളു, ഇനി പ്രഷറോടെ കൂട്ടണത്. അമ്മേ സൂക്ഷിച്ചോട്ടോ, ഷുഗറൊക്കെ വന്നിട്ട് വല്ലയിടത്തും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്ന് ഉണങ്ങൂലല്ലോ. പിന്നെ ഉണങ്ങൂല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ ഇനി ആഹാരത്തിൽ ആദ്യം ശ്രദ്ധിക്കണം. ഇനി മധുരമുള്ള സാധനം ഒന്നും കഴിക്കണ്ട. ഉച്ചക്ക് ചോറ് കഴിക്കണ്ട. ചോറ് അത്യാവശ്യം കൊതിയുണ്ടെങ്കിൽ മാത്രം അല്പ ചോറ്. രാത്രി ചപ്പാത്തി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. രാവിലെ കുറച്ച് പച്ചക്കറിയിൽ അടകടി ഇത് പുഴുങ്ങിയിട്ടുണ്ടല്ലേ, അതിന്റെ ജ്യൂസ് കുടിക്കണം. എടാ ഇതൊന്നുമല്ല, മിനിറ്റിന് ഇത് 2 ചായ എന്ന് പറഞ്ഞ എന്തോരം ചായ ഒരു ദിവസം കുടിക്കണെന്ന് ചായ കുടിക്കണ്ട, പുല്ല് കുടിക്കണ്ട. അല്ല പഞ്ചാര ഇട്ട് അത് കുടിച്ചൂടെ? അയ്യോ അമ്മ വേണ്ടമ്മ, പഞ്ചായത്തായാലും അധികം ഒന്നും കുടിക്കാൻ പറ്റത്തില്ല. അവന്റെ ഗ്രീൻ ടീ ഇല്ലേ, ഗ്രീൻ ടീ മേടിച്ചാൽ ഞാൻ മേടിച്ചോണ്ടിരാം. ഇച്ചിരി കയ്പാന്നുള്ള അത് വേണ്ട, നമുക്ക് ഈ മറ്റേ ഈ എന്തോന്നല്ലേ ഇത്, അവര് ഈ പറഞ്ഞ മാതിരി അവരെ എല്ലാം ഒതുക്കി വെച്ച് അവരുടെ ബാധ്യതകളൊക്കെ തീർത്ത് അവർക്ക് ഇനി വല്ല തിന്നും കുടിച്ച് ഇരിക്കണിയാ. അല്ലയാ ഞങ്ങൾ കുറച്ചാളൊക്കെ കൂടുതൽ കാണുന്നത് അവരുടെ ആഗ്രഹമുണ്ട്, മനസ്സിലായല്ലോ. എടേ ഇത് ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ നേതാക്കന്മാരെ കണ്ടുപേടി എല്ലാരും വേണ്ട. വലിയ വലിയ നേതാക്കന്മാരൊക്കെ എത്ര വയസ്സ് വരെ ഒരു കുഴപ്പമില്ല, എപ്പോഴും പാർട്ടിയിൽ ഇറങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. നാട്ടിലെല്ലാം ചികിത്സ നടത്തുന്നത്, അവർ ചികിത്സയായിട്ട് വേറെ സ്ഥലത്താണ് പോണത്. നമുക്കുള്ള ഗതിയില്ല. ഇവര് വലിയ നേതാക്കന്മാരൊന്നും അല്ല, സാധാരണ ഒരു കാര്യം ചെയ്യാം, ഇനി ഇവിടെ ചായന് മധുരം വേണ്ട. എനിക്ക് മധുരം വേണം. എനിക്കെന്തൊരു കുഴപ്പം പറഞ്ഞ കേട്ടാ മതി. അല്ല അമ്മയ്ക്ക് മധുരം ഇല്ലാത്തത് കൊടുത്തോളാം. അത് കണ്ടിട്ട് കൊതി വരും. അമ്മ അമ്മ നല്ലതിന് വേണ്ടിയാണ് പറയണത്, മധുരം കഴിക്കരുത്, രണ്ടുപേരും കഴിക്കരുത്. അല്ല ഞങ്ങൾ കഴിക്കാണ്ടിരിക്കാം, പക്ഷെ നിങ്ങൾ പഞ്ചാര കൊണ്ടുവന്നിട്ട് ചായ കുടിച്ചോ, അത് കുഴപ്പമില്ല. അത് ഞങ്ങൾ എന്തെങ്കിലും ആലോചിച്ചോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രാവിലെ എഴുന്നേറ്റുള്ള ഭക്ഷണം മാത്രം നിയന്ത്രിച്ചാൽ പോരെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. വ്യായാമം വേണം. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ എന്നോ ഷുഗർ വരണ്ടേ, ഇതുവരെ തടി ഇളകിയിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പൊതുപ്രവർത്തനം ഉണ്ട്, നടത്തുന്നുണ്ട് എനിക്ക്. അതൊക്കെ ഓരോരുത്തരും ഓരോ ശരീരപ്രകൃതിയാണ്. മാത്രം അവനുള്ള പ്രായമായില്ല. ഒരു അമ്മാവിന്റെ ഒക്കെ പ്രായമാകുമ്പോൾ ഉണ്ടോ എന്ന് തന്നെ അറിഞ്ഞൂടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, വേറെ കൂടുതൽ സംസാരമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞ പോലെ നടത്ത ജീവിതത്തിന് അത്യാവശ്യമായ കാര്യമാണ്. ഇപ്പൊ രാവിലെ 5:30 രണ്ടുപേരും എഴുന്നേക്കണം. 5:30? നമ്മൾ 3 പേരുടെ നടക്കുന്നു. എന്റെ പൊന്നി അതെന്തൊരു ഓട്ടം ഒന്നില്ലടാ, എന്നെ കൊണ്ട് വയ്യ. എന്താന്നാ ഞാനും ചോദിക്കുന്നത്, എന്നെ കൊണ്ട് വയ്യ. എനിക്ക് മുട്ടും വയ്യ, എനിക്ക് വയ്യ, എനിക്ക് എന്നെ കൊണ്ട് വയ്യ, എനിക്ക് വയ്യ നടക്കാൻ. നടന്നു വാ ഇങ്ങോട്ട്. എനിക്ക് വയ്യ, നീ പോയിക്കോ. അതല്ല, ഇത് 2 ദിവസം നടക്കുമ്പോൾ ശീലാവും. ഞങ്ങൾ പതുക്കെ നടന്ന് വന്നോളാം, നീ പോ. കൈവീശി ഇറങ്ങും. എനിക്ക് വയ്യ. അതെ, നാളെ തൊട്ട് ഞങ്ങൾ നടന്നോളാം, നീ വരണ്ട. ഉറപ്പാണ് ഇങ്ങനെ. അല്ല അൾക്ക് നേരെ വഴിക്ക് നീ പോയി ചെക്കും കണ്ട പോലെ നടക്കാൻ വെക്കുക. ഈ സമയത്ത് ആവശ്യം പോണ്ടേ? എടാ നീ പതുക്കെ നടന്നു പോകാനും ഞങ്ങള്. എനിക്ക് വയ്യ മക്കളെ, എനിക്ക് മുട്ടുവേദന എടുക്കുന്നു. കൈവീശി കൈവീശി കൈവീശി. അമ്മ ഒന്ന് അനങ്ങി വാ ഇങ്ങോട്ട്. നടക്ക അങ്ങോട്ട്. ഇവനെ കൊണ്ട് ഞാൻ തോറ്റിട്ടത്. വരുന്നു, വേഗം വാ. എനിക്ക് എന്ത് കഷ്ടം അറിയാമോ ഇത്.
ഷുഗർ 40 സ്ഥലത്ത് നിന്ന് 40 സ്ഥലത്ത് നിന്നാണ് നടക്കുന്നത്. നമ്മൾ നടക്കുമ്പോൾ കൈ വീശി വീശി എന്റെ നടക്കണം. പൊന്നു മോനെ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഓ അന്റെ എന്ത് ചെറുപ്പാണ് ഞങ്ങള്. ചെറുപ്പത്തിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ വല്ലാത്ത നടത്തം. ശരീരം അനങ്ങി നടക്കണം. നടന്നില്ലെങ്കിൽ അസുഖം വരും. കണ്ടില്ലേ ഇപ്പൊ തന്നെ വേണ്ട അങ്ങനൊന്നും വേണ്ട. ആ വാ, ഇവിടെ ഇരിക്ക്. ആ. നല്ല ശ്വാസം എടുത്ത് അങ്ങനെ ശ്വാസം ഒക്കെ എടുത്ത് കുറച്ച് വിശ്രമിക്കും. എന്തോ കൊണ്ടുവാ എന്തുവാടാ ഇത്? ഓ എനിക്ക് പറ്റത്തില്ലടേ. ഒറ്റ വലിക്കാൻ കുടിച്ചേ. എന്നാ പിടിക്ക് ഒറ്റ വലിക്കും. നല്ല സാധനം ഗുണമുള്ള. പാവയ്ക്കാ ജ്യൂസ്. ഇതൊന്നും വേണ്ടത്, ഇതൊന്നും കുടിക്കാൻ പറ്റില്ലത്. അത് എന്റെ പൊന്നു മോനെ എന്തോ ഒരു കയ്പത്. ഒരു കുഴപ്പമില്ല. അത് പാവയ്ക്ക്. ഹലോ കുടിച്ച മാമ ഇതങ്ങോട്ട് കുടിക്കാൻ. ഞാൻ കണ്ണടച്ച് ഉറക്കണ കുടിച്ചു തീർക്കണേ ഇപ്പൊ. നീ കുടിച്ചാണോ? ചേച്ചി കുടിച്ചു. ഇതൊരു വിഷമാണെന്ന് തോന്നുന്നു. വിഷമല്ലടാ എന്തോ ഒരു കയ്പത്തിൽ അയ്യോ പഞ്ചാര കൂട്ടി കൂടല്ല. ആ എല്ലാത്തിനും പഞ്ചാര വേണമല്ലോ. കുടി വേഗം കുടിക്ക്. ഇപ്പൊ കുടിക്കാൻ അങ്ങോട്ട്. ഒറ്റ വലിക്ക്. അമ്മ കണ്ണടച്ചാണ്. ഒറ്റ വലി. പോട്ട് അങ്ങോട്ട് അടിച്ച. അമ്മേ അയ്യേ അവിടെ കള്ളി. ഇതെന്തോന്നത്? അറിയത്തില്ലേ പഞ്ചസാര. ഞാൻ വിചാരിച്ചു ആ ഏട്ടൻ വരട്ടെ, ഞാൻ ഏട്ടനോട് പറയുന്നുണ്ട് കട്ട് തിന്നുന്നുണ്ടെന്ന്. ആ പറയൂ. പിന്നെ അല്ല നിങ്ങൾക്കല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. പിന്നെ മുട്ടായി വാങ്ങിച്ചോണ്ട് ഇവിടെ കൊണ്ടുവരണം. വഴി വെച്ചങ്ങ് തിന്നരുത് കേട്ടാ. നമുക്ക് 3 പേർക്കും കൂടെ തിന്നാം. ഞാൻ നിങ്ങൾക്ക് തരും. നമുക്ക് 3 പേർക്കും കൂടെ തിന്നാം. അമ്മമ്മക്ക് വയ്യാത്തയാണ്. മധുരമുള്ള എന്ത് പറഞ്ഞാലും മേടിക്കില്ല കേട്ടോ. അപ്പൊ ചപ്പാത്തിക്ക് ഉപ്പ് ഇടണ്ടല്ലേ ഇപ്പൊ നമുക്ക് അല്ലേ? ഉപ്പ് അധികം ഇടണ്ടേട്ടാ ഏട്ടാ. ഇപ്പൊ ഷുഗർ മാത്രമേ ഉള്ളൂ, ഇനി പ്രഷറും കൂടെ വരും. സാധനം വരേണ്ട സമയം കഴിഞ്ഞില്ലേ? വരേണ്ട സമയം കഴിഞ്ഞില്ലേ? അവര് പതുക്കെയല്ലേ വരുള്ളൂ. ഏട്ടനുള്ളപ്പോഴല്ലേ സ്പീഡിൽ പോയിട്ട് വരുന്നു. ആ രണ്ടൂടെ കുറെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കും. അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. വരുന്നുണ്ടാവും. അല്ല ഒരുപാട് താമസിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇത്തിരി ക്ഷീണമൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലേ അമ്മയ്ക്ക്? ആ ക്ഷീണം പറഞ്ഞു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഫോൺ അടിക്കണടി. ആ ഏട്ടന് കുറച്ച് പഞ്ചസാര ഇട്ട് തരാം കേട്ടാ. എനിക്ക് പഞ്ചസാര വേണ്ട. വേണ്ടേ? എനിക്ക് ഇത്തിരി വേണം. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിന്നെ കണക്കല്ലല്ലോ. നിനക്കല്ലേ അത് അവരെ ഉപയോഗിച്ചിട്ട് എനിക്ക് പഞ്ചാര വേണം. നീ നോക്കിയാ ഹലോ. ആ ഇത് എവിടാമാ? എപ്പ എന്നിട്ട് അയ്യോ പൊയ്ക്കൊണ്ടിരിക്കണ? ശരി ഞാൻ അങ്ങോട്ട് വരാം. ശരി. എന്തേട്ടാ? അമ്മ തലാറങ്ങി വേണമെന്ന്. അമ്മ തലാറങ്ങി വേണം. ആശുപത്രിയിലോട്ട് പോയത് അമ്മാവൻ. അമ്മാവനാണോ വിളിച്ചത്? ഓ അയ്യോ ഞാൻ ഇതുവഴി പോണേ. അല്ല ഞാനും കൂടെ വരാം. നീ വരണ്ട ഏട്ടാ അവിടെ നിൽക്ക, ഞാൻ പറയട്ടെ, ഞാൻ കൂടെ വരാം.
രാവിലെ നടന്നിട്ട് വരുമ്പോ പാവയ്ക്ക ജ്യൂസ് കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് കൊടുത്തപ്പോ അമ്മ പറയുക ചോറ് വേണ്ടെന്ന്. ചപ്പാത്തിയാ കഴിച്ചത്, അതിന്റെ കൂടെ വെജിറ്റബിൾ. ഇപ്പൊ രാത്രിയും ചപ്പാത്തി. പിന്നെന്താ ഇങ്ങനെ? അതിപ്പോ ദേ കഴിഞ്ഞ ദിവസം പാവം തോന്നിട്ട് ഞാൻ ഇച്ചിരി പാൽച്ചായ എടുത്തു കൊടുത്ത് പഞ്ചസാര ഇട്ട്, രണ്ടും കുടിച്ചില്ല. പിന്നെ എങ്ങനെ ഇങ്ങനെ ഷുഗർ കൂടണത്? ഇത് വേറെ എന്താ കുഴപ്പം എന്റെ കനക? ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് ഷുഗർ കുറയില്ല, കൂടിക്കൊണ്ടേയിരിക്കും. ഇവർ ആ പരമ്പരയിലുള്ളതായിരിക്കും. പിന്നെ മാത്രമല്ല, നീ കാണിച്ച എന്തൊരു മണ്ടത്തരമുണ്ടേ ഈ വയസ്സാം കാലത്ത്. ഇതുങ്ങളെ കൊണ്ട് നടത്താൻ പോക്കും, അത് ചെയ്യലും ഇത് ചെയ്യലും. പിന്നെ എങ്ങനെ അവർക്ക് റെസ്റ്റ് കൊടുക്കണ്ടേ? ശരിക്കും റെസ്റ്റ് ആയിരുന്നു വേണ്ടത്. പിന്നല്ലാതെ ഓവറായിട്ട് നടന്നിട്ടായിരിക്കും. ആയിരിക്കും. അതൊക്കെ ആവും. ഒന്നും പറയല്ലേ. ഞാനൊന്ന് കുളിക്കട്ടെ. എന്താ എന്താ അവിടെ ഇരുന്നേ? എനിക്കൊന്ന് കിടക്കണം. കിടക്കാം കിടക്കാം, മൊത്തത്തിൽ ഞാൻ കിടക്കാം. എന്താ സംഭവം അറിയോ? രാവിലെ നടക്കാൻ പറഞ്ഞേ എന്തിനാ? ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിട്ട്. സാധാരണ ആൾക്കാർ രാവിലെ നടക്കുന്ന ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിട്ട്. അതിനല്ലേ അവര് നടന്നുകൊണ്ടിരിക്കും. അതെ, പക്ഷെ അവര് നടത്താൻ അങ്ങോട്ടല്ലായിരുന്നു. ഒരു മധുരയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മധുരയിൽ പോയി അതിനിടയിൽ. മധുരയിലല്ല കളിയാ, മധുരം കിട്ടുന്നിടത്തേക്ക്. ഇവിടെ മധുരം കൊടുക്കൂലല്ലോ, അപ്പൊ മധുരം കിട്ടുന്ന കടകൾ തേടിയുള്ള യാത്രയായിരുന്നു ഇവര്. ആ, ഒരു ദിവസം ഒരു ബേക്കറിയിലേക്ക്, ഒരു ദിവസം വേറൊരു ബേക്കറിയിലേക്ക്, വേറൊരു ദിവസം പായസക്കടയിലേക്ക്, നേരെ നടന്ന് അങ്ങോട്ട് ചെല്ലും. അല്ല, അപ്പൊ ഇതുവരെ നടന്നില്ലേ? രണ്ടുപേരും ഓട്ടോ പിടിച്ച് നേരെ പായസക്കടയിലേക്ക് പോകും. അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ബേക്കറി ചെന്ന് കയറും. അവിടെ നിന്ന് ലഡു, ജിലേബി, അലുവ ഇതൊക്കെ അവിടെ കഴിക്കും. വെറുതെ അല്ല നടന്നിട്ട് ഒരു മടിക്കുത്ത് തീർത്തിരിക്കണത്. കൊച്ചുകളില് പൈസ കൊടുത്തു വിടുക, മുട്ടായി മേടിക്കാൻ. ഞാൻ അന്ന് പിടിച്ച് നിർത്തി തക്കളീതായിട്ട് കയ്യിൽ പറഞ്ഞവള് ഇല്ലല്ലേ. ആ, അതാണ് ഈ മിടുക്കി. എന്തൊക്കെ തരത്തിൽ നിർത്തം നോക്കിയാ നടത്തി, എന്തൊക്കെ തരത്തിൽ തടയാൻ നോക്കിയാ, പക്ഷെ അതിനൊക്കെ അതിജീവിച്ചളഞ്ഞത്. നല്ല ആങ്ങളെ പെങ്ങളെ. ഇത് ആർക്ക് വേണ്ടിയായി പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത്? അത് മനസ്സിലായിക്കൂടെ? ദൈവമേ, വല്ലതും വന്നു പോയെങ്കിലോ. ഇന്ന് തലയിറങ്ങി ഇവിടെ നന്നായി. ഇല്ല, നമ്മൾ ഇത്രയും ഷുഗർ കൂടി എങ്ങനെ അറിയും? നമ്മൾ ആരെങ്കിലും അറിയോ? വലിയ ഉത്സാഹത്തോടെ ഇത്ര കൊതി മധുരം തിന്നണ്ടെന്ന് പറയുമ്പോഴത്തേനും പിന്നെ അത് തന്നെ തിന്നണമെന്ന് എത്ര വാശി. അല്ല, വലിയ ഉത്സാഹത്തോടെ പോയപ്പോ ഞാൻ വിചാരിച്ചു നന്നായി എന്ന് വിചാരിച്ചല്ലേ. ഇത് ഈ ആപത്തിലേക്കാണെന്ന് അറിഞ്ഞാ. ഇവിടെ വരുമ്പോ രണ്ടും നല്ല മാന്യര്. കൊടുത്ത പോലും വേണ്ട. ആ, എന്താ നടത്താൻ എടുത്തിക്കോ. അപ്പൊ നീ നടക്കണ്ട അല്ലേ? നടക്കണം, ഇനിയാണ് നടക്കേണ്ടത്. അമ്മാവൻ വടക്കോട്ടും അമ്മ തെക്കോട്ടും. അമ്മാവന്റെ കൂടെ ജമന്തിയും അമ്മയുടെ കൂടെ തങ്കവും കാണും. കളയാ അത് കലക്കി. Alien versus Alien.